ഇല്ല ഇല്ല ഇല്ല, അത് പിന്നെ സ്ഥാനാർത്ഥി ഹൈക്കമാൻഡാണല്ലോ തീരുമാനിക്കേണ്ടത്. ഹൈക്കമാൻഡ് തീരുമാനിച്ച് പ്രഖ്യാപിക്കും. പിന്നെ മാത്രമല്ല, നമ്മളിവിടെ ആര് UDF പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും അതിനെ പിന്തുണച്ച് ബഹുഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. ഓക്കെ, അതൊന്നും എനിക്കറിയില്ല. അറിയില്ല, എനിക്കതിന്റെ നിങ്ങളത്ര വിവരം ഈ കാര്യത്തിൽ എനിക്കില്ല. അതാണ് വാസ്തവം. ഇല്ല ഇല്ല ഇല്ല, അല്ല അതല്ല, ഈ സത്യത്തിൽ നിങ്ങളത്ര വിവരങ്ങൾ, ലേറ്റസ്റ്റ് വിവരങ്ങൾ അല്ല, എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോട് കാരണം നമുക്ക് തീരുമാനം എടുത്തു കഴിഞ്ഞാലല്ലേ നമ്മൾ അറിയിക്കാൻ പറ്റുള്ളൂ. തീരുമാനം എടുത്തത് നമ്മൾ അറിയിക്കും. അപ്പൊ ഞങ്ങളോട് പറയും. ഞാൻ പറഞ്ഞല്ലോ, ഇത് അൻവർ ഉണ്ടാക്കുന്ന ബഹളത്തിനൊന്നും വഴിപ്പെടാൻ തീരുമാനിച്ചോ പാർട്ടി? അല്ല, അതൊന്നും എനിക്കറിയില്ല. ദയവായിട്ട് അല്ല, അതൊന്നുമല്ല. ദയവായിട്ട് ഞാൻ പോയിട്ട് വരാം. ശരി ശരി. നമ്മള് ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഇനി ഒരു മണിക്കൂർ സമയം കൂടി കഴിഞ്ഞാൽ കൂടിയേ ഈ കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർക്ക് ചില പ്രൊസീജിയേഴ്സ് മാത്രം ബാക്കിയുണ്ട്. പക്ഷേ അധികം സമയമെടുക്കില്ല. അൻവറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിന് മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നാണ് കാണേണ്ട കാര്യം. അൻവറിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടേണ്ടതില്ല എന്നാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃയോഗം തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള കുറിപ്പ് അല്പസമയത്തിനകം പുറത്തു വരും എന്ന് തന്നെ വിചാരിക്കണം. ചില ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് പുറത്തേക്ക് പോവുകയാണ്. അദ്ദേഹം തിരിച്ചു വരുമായിരിക്കും. പ്രഖ്യാപനത്തോടുകൂടി തിരിച്ചു വരും. ഇവിടെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്.